എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. +1 പരീക്ഷ മാർച്ച് 6-ാം തീയതി മുതൽ ആണ് ആരംഭിക്കുന്നത്. നിലവിൽ +2 പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡബിൾ പാസ് +1-ലുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ +2-വിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം, കുറച്ച് മാർക്ക് വാങ്ങിച്ചാൽ മതിയോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ +1-ൽ ഡബിൾ പാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ +2-വിൻ്റെ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്, അതുപോലെ പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും അഡ്മിഷനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ഈ ഒരു മാർച്ച് 5-ാം തീയതി ബുധനാഴ്ചയുള്ള എക്സാമാണ് ഫിസിക്സ്, അതുപോലെ തന്നെ സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം +2-വിൻ്റെ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയതായിട്ടാണ്, അതായത് ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കും. കാരണം അവിടെ ആബ്സെൻ്റ് ആണ് വരിക നിങ്ങൾ എഴുതാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ എഴുതാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടാണ് വരിക. കാരണം ഇതുവരെ നിങ്ങൾ +2 പരീക്ഷ ഇതുവരെ മുൻവർഷമൊന്നും എഴുതിയിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു +2 പരീക്ഷ എഴുതുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കേണ്ട നിർബന്ധമാണ്. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് +1-ൽ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് ഉണ്ട് എങ്കിൽ കൂടി വിദ്യാർത്ഥികൾ +2-വിൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളെക്കൊണ്ട് എത്ര മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ അത്രയും മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേടിയൊന്നും ആവശ്യമില്ല. നിങ്ങളെക്കൊണ്ട് എത്ര മാർക്ക് നേടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുക. കാരണം ഒരാളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രമേ ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ മാർക്ക് കിട്ടണം എന്ന് കരുതി ആ ഒരു രീതിയിൽ എഴുതാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എക്സാം എഴുതി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ 80-ൽ 48 മാർക്കാണ്. അതായത് ആദ്യം തന്നെ നമുക്ക് നോക്കാം, 80 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയിൽ 24 മാർക്കാണ് ഡബിൾ പാസ് അല്ലാതെ. ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി 48 ആണ്. അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 18 ജസ്റ്റ് ജയിക്കാൻ വേണ്ടത്. ഡബിൾ പാസ് എന്ന് പറയുന്നത് 36 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡബിൾ പാസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡബിൾ പാസ് മാർക്ക് കിട്ടി എന്ന് കരുതി നിങ്ങൾ ഈ ഒരു +2 പരീക്ഷ നിങ്ങൾ എഴുതാതിരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു +2-വിൻ്റെ സബ്ജക്റ്റിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടാകും. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. കാരണം +2-വിൻ്റെ പരീക്ഷ കഴിഞ്ഞ ഉടനെ മാത്രമാണ് റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ +2-വിൻ്റെ പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നീട് +2 സേ പരീക്ഷയിൽ തോറ്റിട്ടുള്ള, അതായത് ഏതൊക്കെ സബ്ജക്റ്റാണോ +2 പരീക്ഷയിൽ തോറ്റിട്ടുള്ളത് ആ ഒരു എല്ലാ സബ്ജക്റ്റും സേ പരീക്ഷ എഴുതാൻ സാധിക്കും. എന്നാൽ ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് ആകെ ഒരു വിഷയം മാത്രമാണ്, അതായത് ഈ ഒരു +2 പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നീട് വരുന്ന തൊട്ടടുത്തുള്ള +2 സേ പരീക്ഷയ്ക്ക് എഴുതുന്നതിനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടി എന്ന് കരുതി നിങ്ങൾ ഈ ഒരു +2-വിൻ്റെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാതെ എഴുതാനായിട്ട് ശ്രമിക്കരുത്. കുറച്ച് നന്നായിട്ട് പഠിച്ച് എഴുതുക. കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ എൻട്രൻസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അതായത് കീം, അതുപോലെ തന്നെ നീറ്റ് എന്നിവയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നീറ്റിനൊക്കെ നിങ്ങൾക്ക് +2-വിൻ്റെ സ്കോറാണ് എലിജിബിലിറ്റി സ്കോറായിട്ട് എടുക്കുന്നത്. നീറ്റിൻ്റേതിന് ഈ ഒരു എലിജിബിലിറ്റിക്ക് മാത്രമാണ് +2-വിൻ്റെ സ്കോർ എടുക്കുന്നത് എങ്കിൽ കീമിൻ്റേത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് നിങ്ങളുടെ +2-വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ +1-ന് ഡബിൾ പാസ് മാർക്ക് കിട്ടി എന്ന് കരുതി +2 ഉഴപ്പിയിട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് കുറച്ച്, അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ കഴിയും. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ആ ഒരു സമയം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട മാർക്ക് കിട്ടുമെന്ന് കരുതി നിങ്ങൾ ചിന്തിച്ചതുകൊണ്ട് പിന്നീട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഡബിൾ പാസ് മാർക്ക് കിട്ടി എന്ന് കരുതി നിങ്ങൾ പിന്നീട് ആ ഒരു +2 കുറച്ച് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു എന്ന് ഉള്ള രീതിയിൽ നിങ്ങൾ എഴുതരുത്. കാരണം പിന്നീട് നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കോഴ്സുകളിലൊക്കെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു +1-ൻ്റെയും +2-ൻ്റെയും സ്കോർ കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ പിന്നീട് നിങ്ങൾ +2 നന്നായിട്ട് എഴുതാതെ, അതായത് +1-ൽ ഡബിൾ പാസ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ +2 നന്നായിട്ട് എഴുതാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷനൊക്കെ പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ അതേക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് എഴുതാനുള്ള സാധ്യതയുള്ളൂ. പിന്നീട് നിങ്ങൾ ഈ ഒരു പരീക്ഷ സേയോ അല്ലെങ്കിൽ പിന്നീട് മാർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഒരു
പ്രാവശ്യം മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഡബിൾ പാസ് മാർക്ക് ഉണ്ട് എന്ന് കരുതി നന്നായിട്ട് പഠിക്കാതെ ഇരിക്കരുത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. നിങ്ങൾ എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് എഴുതുക. നിങ്ങൾക്ക് ഡബിൾ പാസ് ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം തന്നെയായിരിക്കുമോ എക്സാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ് +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ഉണ്ടാവുക. അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും ഉണ്ടാവുക. സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവുക. കാരണം പ്രത്യേകിച്ച് സിലബസ് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് സിലബസ് മാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് മാറ്റം ഉണ്ടാവും. എന്നാൽ നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളായിരിക്കും, ചിലപ്പോൾ അതിന് മുൻ ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് സിലബസ് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് മാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കിട്ടുക. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷ നടത്തുക, ഈ ഒരു +1 ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് എക്സാം ഉള്ളത് അതനുസരിച്ച് പോയിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് 2 വർഷം ടോട്ടൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു +1 +2 നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ, അതായത് എഴുതിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അങ്ങനെ +1ൻ്റെയും +2ൻ്റെയും സബ്ജക്റ്റ് നോക്കുന്ന സമയത്ത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു വർഷം 24 മാർക്കാണ്. 24 ഫുള്ളായി കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് 60 18 മാർക്കാണ്. അതായത് 18 മാർക്കാണ്. അപ്പോൾ 18 മാർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് 2 വർഷം കൂടി ടോട്ടൽ 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡബിൾ പാസ്സായി, അതായത് ജയിച്ചു എന്ന് മനസ്സിലാക്കാം. അതുപോലെ 80 മാർക്ക് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 24 മാർക്കാണ് ഒരു വർഷം ജയിക്കാൻ വേണ്ടത്. അത് നിങ്ങൾക്ക് ഒരു വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ ടോട്ടലായിട്ട് നെക്സ്റ്റ് ഇയറിലും അതിൻ്റെ ബാക്കി കൂടി, അതായത് ഈ ഒരു +2ലും കൂടി അതിൻ്റെ ബാക്കി വാങ്ങിച്ച ശേഷം ടോട്ടൽ 48 മാർക്ക് കിട്ടിയാൽ മതി. അതായത് നിങ്ങൾക്ക് എങ്ങനെയായാലും 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി എഴുത്തു പരീക്ഷയിൽ 36ഉം 80 മാർക്കിൻ്റെതിൽ 48 മാർക്കും 2 വർഷത്തേത് എഴുത്തു പരീക്ഷ കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അപ്പോൾ ഈ ഒരു ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം C ഗ്രേഡാണ് ആ ഒരു സബ്ജക്റ്റിന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം ഒരു ജസ്റ്റ് പാസ് ആവുക എന്നുള്ളതല്ല, കുറച്ചുകൂടി നല്ല മികച്ചൊരു സ്കോർ നേടുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +1ന് ഡബിൾ പാസ് കിട്ടി എന്ന് കരുതി നിങ്ങൾ ഈ ഒരു +2 പരീക്ഷയിൽ നന്നായിട്ട് പഠിക്കാതെ ഇരിക്കരുത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു അവസരം പിന്നീട് കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ട് എഴുതുക. അതുപോലെ ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം പല വിദ്യാർത്ഥികളും എനിക്ക് A+ കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെ കരുതി ടെൻഷൻ അടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. റിസൾട്ട് എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ജയിക്കുമോ തോക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല. നിങ്ങൾ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ +2 പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടോട്ടൽ ഓവറോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ +2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ വിദ്യാർത്ഥികൾ നാളത്തെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പരീക്ഷ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റിനെ ആബ്സെൻ്റ് ആയി കണക്കാക്കുന്നതും അതുപോലെ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡ് ആവുന്നതും ആയിരിക്കും. ഇത് റെഗുലർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമാണ് ഉള്ളത്. കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം, അതായത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമല്ല. കാരണം അവർ ഏതെങ്കിലും, അതായത് മുൻ വർഷങ്ങളിൽ +2 പരീക്ഷ ഓൾറെഡി എഴുതിയിട്ടുണ്ടാകും. അവർ ചിലപ്പോൾ +1ലെ സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ആ ഒരു +1ലേത് എഴുതിയാൽ മതിയാകും. +2 മാത്രമാണ് ഫെയിൽഡ്. +1 ഓൾറെഡി പാസ്സാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +1 മാത്രം കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ എഴുതിയാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ തോൽക്കുന്നത്, അതായത് ഫെയിൽഡായിട്ട് കണക്കാക്കുന്നത് റെഗുലർ വിദ്യാർത്ഥികളാണ്. അതായത് നിലവിൽ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണ് ഈ +2 പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആബ്സെൻ്റായി കണക്കാക്കുന്നതും ഫെയിൽഡ് ആക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.